നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ച ന്യൂ പാറ്റേൺ ആയിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുടെയും ഡിസ്കഷനാണ്. 100-ലധികം മുൻവർഷ ചോദ്യം ഞാൻ ഒറ്റ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെച്ചാൽ മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ടും കിട്ടും. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടായിരിക്കും. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ: 1947 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ്. ശരിയാണ്. 1959 വിമോചന സമരത്തിന് നേതൃത്വം നൽകി ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ഇത് മൂന്നും മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? C. കേശവനാണ്. അത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ 1, 2, 3 കറക്റ്റ് ആയിട്ടുള്ളത്. 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാ? C. കേശവൻ. മന്നത്ത് പത്മനാഭന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ഇദ്ദേഹം രചിച്ച നോവലാണ് സ്നേഹലത. സ്നേഹലത എന്ന നോവൽ രചിച്ചതാരാ? മന്നത്ത് പത്മനാഭൻ. പഞ്ചകല്യാണി നിരൂപണം, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. പഞ്ചകല്യാണി നിരൂപണം ആരാ രചിച്ചത്? മന്നത്ത് പത്മനാഭൻ. ഞങ്ങളുടെ FMS യാത്ര രചിച്ചതാരാ? മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയുടെ പേരെന്താണ്? എൻ്റെ ജീവിത സ്മരണകൾ. എൻ്റെ ജീവിത സ്മരണകൾ എന്നത് മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ്. അപ്പം മുതുകുളം പ്രസംഗം നടത്തിയത് 1947 മന്നത്ത് പത്മനാഭനാണെന്ന് പറഞ്ഞു. മാമ മുതുകുളം മന്നത്ത്, കാക്ക കോഴഞ്ചേരി കേശവൻ. അങ്ങനെ ഓർത്തിരിക്കാം. അപ്പൊ ഈ മുതുകുളം പ്രസംഗം എന്തിനാ നടത്തിയേ? ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ ഭരണത്തിനെതിരെയാണ് 1947 മെയ് മാസം 25 മന്നത്ത് പത്മനാഭൻ മുതുകുളം പ്രസംഗം നടത്തിയത്. ഇനി വിമോചന സമരം 1959 ആരംഭിച്ചത് 1959 ജൂൺ മാസം 12. അത് എന്തിനാ ആരംഭിച്ചേ? EMS മന്ത്രിസഭയ്ക്കെതിരെയാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വിമോചന സമരം ആരംഭിച്ചത്. കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചതാരാ? സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കരാണ് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത്. ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ 10th മെയിൻസിന് വേണ്ടി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 10th പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞവരും ഇനി കഴിയാനുള്ളവർ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. 10th പ്രിലിംസ് കഴിഞ്ഞവർ റെസ്റ്റ് എടുക്കരുത്. ജോലി കൈ കിട്ടുന്നത് വരെ നിങ്ങൾ റെസ്റ്റ് എടുക്കരുത്. നന്നായിട്ട് തന്നെ പഠിച്ച് ഈ ഒരു ഫ്ലോയിൽ തന്നെ മുന്നോട്ട് പോവുക. അപ്പൊ 10th മെയിൻസ് ബാച്ചിൽ ഫുൾ സിലബസ് കവറേജ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെ പുതിയ SCRT 5, 7, 9 മുതലായ ക്ലാസ്സുകളിലെ SCRT സയൻസ്, സോഷ്യൽ മുതലായ ഫാക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. കൂടാതെ ഇപ്പൊ നമുക്ക് ഒരുപാട് പുതിയ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. VFAക്ക് വേണ്ടി കമ്പനി LGS, ജനറൽ PSC, ഫയർമാൻ, അങ്ങനെ ഒരുപാട് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ഓപ്പൺ ആണ്. ഈ എല്ലാ കോഴ്സുകളിലും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് കിട്ടും. അതുപോലെ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം അവൈലബിൾ ആണ്. ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK അവൈലബിൾ ആണ്. പിന്നെ ഇപ്പോൾ 10th പ്രിലിംസിന്റെ 2ാം ഘട്ടം കഴിഞ്ഞു. ആ 2ാം ഘട്ടത്തിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഏതൊരു ബാച്ച് എടുത്താലും കിട്ടുന്നതായിരിക്കും. അപ്പോൾ അഡ്മിഷൻ എല്ലാം ഓപ്പൺ ആണ്. ഫീസിൽ ഇപ്പോൾ 1 ഡിസ്കൗണ്ടും ഉണ്ട്. ജോയിൻ ചെയ്യാം. ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് പറഞ്ഞു? മന്നത്ത് പത്മനാഭൻ. മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ പെരുന്ന ഏത് ജില്ല? കോട്ടയം ജില്ല. അപ്പൊ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് മന്നത്ത് പത്മനാഭൻ. ഇദ്ദേഹത്തെ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണെന്ന് ഓർക്കുക. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ഇമ്പോർട്ടന്റ് ആണ്, തോട്ടക്കാട്ട് മാധവിയമ്മയാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ. പ്രധാനപ്പെട്ട ഒരു 10 ചോദ്യം ഞാൻ പറയുകയാണ്, ശ്രദ്ധിക്കുക. 1931-32 കാലത്ത് നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചതാരാണ്? കേളപ്പനാണ്. കേളപ്പൻ. 1947 നടന്ന പാലിയം സത്യാഗ്രഹം എന്തിനെതിരെയായിരുന്നു? അയിത്തത്തിനെതിരെയായിരുന്നു.
ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ഏത് വർഷം? 1920. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? 1924-25. എത്ര ദിവസം നീണ്ടു നിന്നു? 603 ദിവസം നീണ്ടു നിന്നു. എവിടെ നിന്നാണ് AK ഗോപാലന്റെ നേതൃത്വത്തിൽ മദുരാശിയിലേക്ക് പട്ടിണി ജാഥ പുറപ്പെട്ടത്? കണ്ണൂരിൽ നിന്ന്. എല്ലാം പ്രീവിയസ് ആണ്. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം ഏതാണ്? 1809. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത തമിഴ് നേതാവാര്? EV രാമസ്വാമി നായ്ക്കർ. പുന്നപ്ര വയലാർ സമരം നടന്നത് ഏത് വർഷത്തിൽ? 1946. ശ്രീ ചിത്തിരതിരുനാൾ ബാലരാമവർമ്മ തന്റെ ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ്? 1936 നവംബർ മാസം 12. തിരുവിതാംകൂർ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ഏത്? 1932. 10 ക്വസ്റ്റ്യൻ പഠിച്ചേ. ഒന്നുകൂടെ പറയാം. 1931 1932 കാലത്ത് നടന്ന ഗുരുവായൂർ സത്യാഗ്രഹം നയിച്ചതാര്? K കേളപ്പൻ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924-25. കാലയളവ് 603 ദിവസം. 1947 നടന്ന പാലിയം സത്യാഗ്രഹം എന്തിനെതിരെയായിരുന്നു? അയിത്തത്തിനെതിരെ. തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം നടന്ന വർഷം ഏത്? 1932. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ തന്റെ ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എപ്പോഴാണ്? 1936 നവംബർ മാസം 12. പുന്നപ്ര വയലാർ സമരം നടന്നത് ഏത് വർഷം? 1946. വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയ വർഷം ഏത്? 1809. ക്ലിയർ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കുമാര ഗുരുദേവനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ ഉച്ചനീചത്വത്തിനെതിരെ പ്രവർത്തിച്ചു. ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. വാക്കും 3 ശരിയാണ്. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ. വെട്ടിയാട്ട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് 3 ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. ഭക്ഷണം കിട്ടുന്നില്ല, വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. ഇതാരുടെ വരികളാണ്? ശ്രീ കുമാര ഗുരുദേവൻ പാട്ടിലൂടെയും കവിതകളിലൂടെയും സമൂഹത്തിനോട് തനിക്കു പറയേണ്ട കാര്യങ്ങൾ മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനാണ് ശ്രീ കുമാര ഗുരുദേവൻ. ഇദ്ദേഹം എഴുതിയ വരിയാണ് ഭക്ഷണം കിട്ടുന്നില്ല, വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല. അടുത്തൊരു കവിത, 4 വരികൾ. കാണുന്നില്ലൊരക്ഷരവും എന്റെ വംശത്തെ പറ്റി, കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ. ശ്രീ കുമാര ഗുരുദേവൻ രചിച്ചതാണ്. പിന്നെ മുൻ പിതാക്കൾക്ക് വന്ന ദുഃഖ വാർത്തകൾ കേൾപ്പിൻ, കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതിടുന്നു. ശ്രീ കുമാര ഗുരുദേവൻ. അപ്പൊ ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എവിടെ? പത്തനംതിട്ടയിലെ തിരുവല്ലയിലെ ഇരവിപേരൂരാണ് പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ ജനിച്ചത്. പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ശ്രീ കുമാര ഗുരുദേവനാണ്. യുദ്ധവിരുദ്ധ ജാഥ, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. 1-ാം ലോക മഹായുദ്ധ കാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആര്? ശ്രീ കുമാര ഗുരുദേവൻ. ഈ യുദ്ധവിരുദ്ധ ജാഥയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? സമാധാനം, ലോകത്തിന് സമാധാനം. അപ്പൊ പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനനം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. ശ്രീമൂലം പ്രജാസഭയിൽ 2 തവണ അംഗമായി. ഏതൊക്കെ വർഷങ്ങളിൽ? 1921 1931 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു ആര്? ശ്രീ കുമാര ഗുരുദേവൻ. ക്ലിയർ. ഇനി ഒരു 10 ചോദ്യം പിടിച്ചോളൂ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഡോക്ടർ പൽപ്പു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. VT ഭട്ടതിരിപ്പാടിന്റെ പ്രസിദ്ധ നാടകം ഏതാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്നതാണ് VT ഭട്ടതിരിപ്പാടിന്റെ പ്രസിദ്ധ നാടകം. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മലയാളി ആര്? ചാവറ കുര്യാക്കോസ് ഏലിയാസ്. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1931. നിരീശ്വരവാദികളുടെ ഗുരു എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ബ്രഹ്മാനന്ദ ശിവയോഗി. വിദ്യാധിരാജൻ എന്ന നാമധേയം സ്വീകരിച്ചത് ആര്? ശ്രീ ചട്ടമ്പി സ്വാമികളാണ്. 1924 കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സാമൂഹിക പ്രക്ഷോഭം ഏത്?
വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം. ഇനി ഉത്തര കേരളത്തിലെ കർഷക സമരവുമായി ബന്ധപ്പെട്ട കയ്യൂർ ഗ്രാമം ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ് കയ്യൂർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. സാധുജന പരിപാലന സംഘം രൂപീകരിച്ച സാമൂഹിക പരിഷ്കർത്താവാര്? അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം രൂപീകരിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ശ്രീനാരായണ ഗുരു സമാധിയായ വർഷമേത്? 1928. 1928. 10 ചോദ്യം. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ 60ഓളം ഫാക്ട്സ് ഇവിടെ കവർ ചെയ്ത് കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. നാനാജാതി മതസ്ഥർ ഒന്നിച്ചു താമസിക്കുന്ന കൊടുമുണ്ട കോളനി എന്ന ആശയം ഇദ്ദേഹത്തിൻ്റെതായിരുന്നു. ഘോഷ ബഹിഷ്കരണം, വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചു, മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചു. എല്ലാം ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. ഇദ്ദേഹത്തിന്റെ ജനനം 1896 മേഴത്തൂർ എന്ന സ്ഥലത്താണ്. മേഴത്തൂർ എന്ന സ്ഥലത്ത്. ഇദ്ദേഹത്തിന്റെ മരണം, അന്തരിച്ചത് 1982 1982. VT എന്നതിന്റെ ഫുൾ ഫോം എന്താണ്? വെള്ളിത്തുരുത്തി താഴത്തില്ലത്ത് മനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. വെള്ളിത്തുരുത്തി താഴത്തില്ലത്ത് മനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്ന VT ഭട്ടതിരിപ്പാട് കേരളത്തിലെ ആദ്യത്തെ വിധവാ വിവാഹം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ്. 1935 കൊടുമുണ്ട കോളനി ഇദ്ദേഹം സ്ഥാപിച്ചത്. നാനാജാതി മതസ്ഥർ ഒന്നിച്ച് താമസിക്കുന്ന കൊടുമുണ്ട കോളനി സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? VT ഭട്ടതിരിപ്പാട്. വർഷമേത്? 1935. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് ഇദ്ദേഹമാണ്. വർഷം 1929. ഈ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ആദ്യമായി അവതരിപ്പിച്ച സ്ഥലം ഏതാണ്? എടക്കുന്നിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെ? ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും, വെടിവെട്ടം, കാലത്തിന്റെ സാക്ഷി, ദക്ഷിണായനം, കർമ്മവിഭാഗം, സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും, രജനീ രംഗം, വെടിവെട്ടം എന്നിവയൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് കണ്ണീരും കിനാവും. മറ്റു കൃതികൾ ഏതൊക്കെയാ? കർമ്മവിഭാഗം, കാലത്തിന്റെ സാക്ഷി, ദക്ഷിണായനം, വെടിവെട്ടം, സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും, രജനീ രംഗം, കാലത്തിന്റെ സാക്ഷി മുതലായവയൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. അപ്പൊ സാമൂഹ്യ പരിഷ്കർത്താക്കളും ഇവരുമായി ബന്ധപ്പെട്ട സംഘടനകളും വർഷവും ഒന്ന് നോക്കാം. ആദ്യത്തേത് വൈകുണ്ഠ സ്വാമികൾ. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട സംഘടന അല്ലെങ്കിൽ ഇദ്ദേഹം സ്ഥാപിച്ച സംഘടന കേരളത്തിലെ തന്നെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ സംഘടന എന്നറിയപ്പെടുന്ന സമത്വ സമാജം. വർഷം 1836. ഡോക്ടർ പൽപ്പു ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ്? ഡോക്ടർ പൽപ്പു. വർഷം 1896. ശ്രീനാരായണ ഗുരു SNDP യോഗം. വർഷം 1903. അടുത്തത് പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജമാണ് സ്ഥാപിച്ചത്. വർഷം 1907. സഹോദരൻ K അയ്യപ്പൻ സഹോദര സംഘം. വർഷം 1917. അടുത്തത് മന്നത്ത് പത്മനാഭൻ NSS. വർഷം 1914. ഇനി ആനന്ദ തീർത്ഥൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജാതി നാശിനി സഭ സ്ഥാപിച്ചത് ആര്? ആനന്ദ തീർത്ഥൻ. വർഷം 1933. ഇനി ഒരു 10 ക്വസ്റ്റ്യൻ പിടിച്ചോളൂ. ചാന്നാർ ലഹളയ്ക്ക് പിന്തുണ നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് ചാന്നാർ ലഹളയ്ക്ക് പിന്തുണ നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ്. പ്രഭാതം എന്ന പത്രം ആരംഭിച്ചതാര? EMS നമ്പൂതിരിപ്പാട്. ഉണരുവിൻ, അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന പ്രശസ്തമായ സന്ദേശം ആരുടേതാണ്? വാഗ്ഭടാനന്ദന്റേതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ, എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ. സംഘടിച്ച് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും കേരളീയ സമൂഹത്തെ ഉപദേശിച്ച സാമൂഹ്യ ആചാര്യൻ ആരായിരുന്നു? ശ്രീനാരായണ ഗുരു. മനത്തു പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തിയത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ്. ഇനി 1924 പന്മന ആശ്രമത്തിൽ വെച്ച് സമാധിയായ നവോത്ഥാന നായകനാര്? ചട്ടമ്പി സ്വാമികൾ.
ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവാരാണ് ശ്രീനാരായണ ഗുരു. ഇനി 3 ഫാക്ട്സ്. പുലയൻ മത്തായി എന്ന് വിളിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? പൊയ്കയിൽ യോഹന്നാൻ. പുലയൻ അയ്യപ്പൻ എന്ന് വിളിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാര്? സഹോദരൻ അയ്യപ്പൻ. പുലയരുടെ രാജാവ് എന്ന മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? അയ്യങ്കാളി. അപ്പൊ പുലയൻ മത്തായി, പൊയ്കയിൽ യോഹന്നാൻ, പുലയൻ അയ്യപ്പൻ, സഹോദരൻ അയ്യപ്പൻ, പുലയരുടെ രാജാവ് അയ്യങ്കാളി. 1924 പന്മന ആശ്രമത്തിൽ വെച്ച് സമാധിയായ നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. ചാന്നാർ ലഹളയ്ക്ക് പിന്തുണ നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ. മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തിയത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ട്? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട്. ജാതിക്കുമ്മി എന്ന കൃതി എഴുതിയതാരാ? പണ്ഡിറ്റ് KP കറുപ്പനാണ് ജാതിക്കുമ്മി എന്ന കൃതി എഴുതിയത്. പ്രഭാതം എന്ന പത്രം ആരംഭിച്ചതാരാണ്? EMS നമ്പൂതിരിപ്പാട്. ഉണരുവിൻ, അഖിലേഷനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന പ്രശസ്തമായ സന്ദേശം ആരുടേതാണ്? വാഗ്ഭടാനന്ദൻ. സംഘടിച്ച് ശക്തരാകാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും കേരളീയ സമൂഹത്തെ ഉപദേശിച്ച സാമൂഹ്യ ആചാര്യൻ ആരായിരുന്നു? ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവാര്? ശ്രീനാരായണ ഗുരു. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. 100-ലധികം മുൻവർഷ ചോദ്യങ്ങൾ ഈ ഒരൊറ്റ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരു ക്ലാസ്സും നിങ്ങൾ മിസ് ചെയ്യരുത്. എല്ലാ ക്ലാസ്സുകളും മിസ് ചെയ്യാതെ കാണുക, അറിവ് വർദ്ധിപ്പിക്കുക, ജോലി നേടുക. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 10th പ്രിലിംസ് phase 2 റിലേറ്റഡ് ഫാക്ട്സ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. phase 1 ഫുൾ ക്വസ്റ്റ്യൻസ് അവിടെ 100 ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും അവിടെ കിടപ്പുണ്ട്. phase 2 ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് 2-3 ദിവസം കൊണ്ട് അത് ഫുള്ളായിട്ട് തീരും. അതും ഫുള്ളായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ചിട്ട് പരീക്ഷ പോയി അറ്റൻഡ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.